ധനഹ 2 മുതൽ യോഹന്നായ സുവിശേഷം 2 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. കാനായിലെ വിവാഹവിരുന്ന്. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവർക്ക് വീഞ്ഞില്ല. മറിയം: സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? യേശു: നമുക്ക് രണ്ടുപേർക്കും രക്ഷയിൽ പങ്കുണ്ട് എന്ന പ്രഖ്യാപനമാണത്. എന്റെ സമയം ഇനിയുമായിട്ടില്ല. ഇത് ലോകത്തിന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയമാണ്. കുരിശിൽ പൂർത്തിയാകേണ്ട സമയം. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 17:1. കാൽവരിയിൽ പൂർത്തിയാകേണ്ട രക്ഷണീയ കർമ്മങ്ങളുടെ ആരംഭമാണ് കാനായിൽ സംഭവിച്ച ഈ അടയാളം. സ്ത്രീയെ എന്ന് 2 തവണ യേശു മറിയത്തെ വിളിക്കുന്നുണ്ട്. ആദ്യത്തെ അത്ഭുതവേളയിലും പിന്നീട് കാൽവരിയിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന അവസാന വേളയിലും. ആദ്യ പാപവും അതിലൂടെ ലോകത്തിൽ ആവിർഭവിച്ച മരണത്തിന് ആദ്യത്തെ സ്ത്രീ കാരണമായെങ്കിൽ, ആ പാപത്തിന്റെ മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനായി വന്ന 2ാം ആദമായ ഈശോയോടൊപ്പം മറിയത്തിന്റെ പൂർണ്ണ സഹകരണത്തിന്റെ പ്രതിഫലനമാണ് സ്ത്രീയെ എന്ന വിളി. സർപ്പവും സ്ത്രീയും തമ്മിലുള്ള ശത്രുതയും. ഉൽപ്പത്തി 3:5. സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ വിഴുങ്ങുവാൻ കാത്തുനിൽക്കുന്ന സർപ്പത്തിന്റെ ആക്രമണത്തിൽ നിന്നും ദൈവം അവളെ രക്ഷിക്കുന്നതും. വെളിപാട് 12:1-8 ചെയ്യുന്നതിനായി നാം വായിക്കുന്ന സ്ത്രീ മറിയമായിരുന്നു. ഈശോയുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും അടുത്ത് അനുഗമിച്ചവരും സഹകരിച്ചവരും മറിയവും പിന്നീട് ഈശോയുടെ ശിഷ്യന്മാരുമായിരുന്നു. അവന്റെ മഹത്വത്തിൽ പങ്കാളികളായവരും. അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും സഭയുടെ കൂട്ടായ്മയുമാണ് ഇന്ന് ഈശോയുടെ സാന്നിധ്യം മഹത്വവും നാം തിരിച്ചറിയുന്നത്.